ഹായ് ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അമ്മയ്ക്ക് എന്താണ് ഈ ഡിസംബർ മാസം ഇത്ര ഇഷ്ടമാവാൻ കാരണം? ഡിസംബറിൽ നമ്മൾ ക്രിസ്മസ് അടിച്ചു പൊളിച്ചിട്ട് ആഘോഷിക്കുക, അതിനുള്ള ഒരുക്കങ്ങളൊക്കെ, പിന്നെ അപ്പൂപ്പന്മാര് വരുന്നത്, അതൊക്കെ ഭയങ്കര ത്രില്ലായിട്ടുള്ള കാര്യങ്ങളല്ലേ. അതെ, അപ്പൊ നമ്മളെ ക്രിസ്മസ് ഇങ്ങനെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിന്റെ തയ്യാറെടുപ്പിലാണ്. ഇപ്പൊ ഫസ്റ്റ് തന്നെ പോയിട്ട് നമ്മൾ ചെയ്യുന്നത് ട്രീ സെറ്റ് ആക്കണം. അപ്പൊ ട്രീ സെറ്റ് ആക്കാൻ പോവാണ് കേട്ടാ. ലെറ്റ്സ് ഗോ. ഞാനൊപ്പമായിരുന്നു ഇവിടെ ട്രീ മുറിക്കാൻ പോയത്. കൂടെ ശബരേട്ടനും അനീഷേട്ടനും ഉണ്ടായിരുന്നു. അനീഷേട്ടനായിരുന്നു മരത്തിലൊക്കെ കയറിയത്. അപ്പം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഏത് ചില്ലയാണ് വേണ്ടത് എന്നുള്ളത് ട്രീക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ചില്ല അനീഷേട്ടൻ മുറിക്കുകയായിരുന്നു. എന്നിട്ട് വെട്ടിയ കഷ്ണങ്ങളൊക്കെ വെട്ടിയ ചില്ലകളൊക്കെ നമ്മുടെ വണ്ടിയിൽ കയറ്റി. സാധാരണ നമ്മൾ കാട്ട് റബ്ബർ ചൂളൊക്കെ ഉപയോഗിക്കലിട്ടാ. എന്നിട്ട് നമ്മൾ വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മൾ വീട്ടിലെത്തിച്ചു. എന്നിട്ട് വീട്ടിൻ്റെ സൈഡിൽ ഇത് അടുത്ത് തന്നെയായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ സൈഡിൽ ഇങ്ങനെ ഇട്ടു. കൊടുത്ത് നമ്മുടെ ചില്ലയുടെ ഇലകളൊക്കെ വെട്ടുകയാണ് ശ്രീനേട്ടാ. അപ്പൂസ് വന്നിട്ടുണ്ട്. താഴെയൊക്കെ നീ സെറ്റ് ആക്കിണ്ടോ അപ്പൂസേ? ചെറുതായിട്ട് നമ്മുടെ പുൽക്കൂട്, അതാണ് പുൽക്കൂട്. ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിന്റെ ചെടിയുടെ എല്ലൊക്കെ വെട്ടി ഇത് മുട്ടച്ചേക്കി. ഫസ്റ്റ് തന്നെ നമ്മുടെ പുൽക്കൂടിൻ്റെ ബേസ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ശ്രീനേട്ടനായിരുന്നു. ശ്രീനേട്ടൻ നല്ലൊരു ആർട്ടിസ്റ്റാണ്. പിന്നെ ട്രീ നമ്മൾ അതിൻ്റെ സൈഡിലും ബാക്കിലും ഇങ്ങനെ പരന്ന് കിടക്കണം, അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാ ചില്ലകൾക്കും പിന്നെ പെയിൻ്റ് അടിച്ചു. കാരണം വൈറ്റ് കളറിലുള്ള പെയിൻ്റ് അടിച്ചു. പെയിൻ്റ് അടിക്കണതിൽ പിന്നെ ഞങ്ങൾ പണ്ടേ തന്നെ എക്സ്പേർട്ടാണല്ലോ. പണ്ടത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടി കിട്ടും കേട്ടോ, ഞങ്ങൾ എക്സ്പേർട്ടാണെന്നുള്ള കാര്യത്തിൽ. പെയിൻ്റ് അടിച്ചിട്ടുള്ള കൊമ്പുകളിൽ പശ തേച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഞ്ഞി ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ ഒതുക്കത്തിൽ നിൽക്കും. എന്നിട്ട് ഈ പശ തേച്ച് കൊടുത്ത് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. അപ്പൊ ഒരു നമ്മളെ തീം ഇങ്ങനെയാണ് കൊടുക്കണം. ഒരു മഞ്ഞുമല തീമായിട്ടാണ് കൊടുക്കണം. മഞ്ഞുമല തീം, പിന്നെ പുൽക്കൂടൊക്കെ ഇച്ചിരി വെള്ളച്ചാട്ടവും കല്ലൊക്കെ വെച്ചിട്ട്. അപ്പം ഞാനമ്മയും കൂടിയിട്ട് ഈ പഞ്ഞികൾ ഇങ്ങനെ ചുറ്റിയിട്ടാണ്. അങ്ങനെ ചുറ്റി അവസാനം വന്നപ്പോൾ മനസ്സിലായി എൻ്റെ ഇച്ചിരി ശ്രീനേട്ടന് ഡിഫറെൻ്റാണെന്നുള്ളത്. അപ്പം ഞാൻ വേഗം അത് അറിഞ്ഞപ്പോൾ വേഗം സ്കൂട്ടായിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പെയിൻറ്റ് കൊടുത്തു. കാരണം കരിങ്കല്ലിൻ്റെ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് ഇച്ചിരി പെയിൻറ്റ് കൊടുത്തു. അപ്പോൾ കരിങ്കല്ല് ഇങ്ങനെ മറ്റേ വെള്ളച്ചാട്ടം വീഴുന്ന പോലെ ആവുമല്ലോ. പിന്നെ പുൽക്കൂട് നമ്മളിൽ ഓൾറെഡി ഒരു ബേസ് എപ്പോഴും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തെർമാക്കോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുക ചെയ്യുക. അപ്പോൾ അതെല്ലാ വർഷവും യൂസ് ചെയ്യാമല്ലോ, അങ്ങനത്തെ ഐഡിയ വെച്ചിട്ട്. പിന്നെ ശ്രീനേട്ടനും ആശേച്ചിയും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും വർത്താനം പറഞ്ഞിട്ട് പണി ചെയ്യുമ്പോൾ വേഗം ടൈം പോവും, എന്നാൽ പണി നടക്കുകയും ചെയ്യും. നമ്മുടെ ഓണത്തിനും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ വേഗം പണി കഴിയും ചെയ്യും. പക്ഷെ നല്ല രസമായിട്ട് ഉണ്ടാവും ചെയ്യും കേട്ടോ. ട്രീ ഏകദേശം സെറ്റായിട്ടാണ് നമ്മൾ പുൽക്കൂടിൻ്റെ പണി നോക്കിയത് കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റായി. പിന്നെ ഇത് നമ്മൾ ചൂലുകൊണ്ടാണ് കേട്ടോ. ഈ ചൂല് വെച്ചിട്ടുള്ളതാണ് നമ്മൾ ഓല പോലെ ആക്കിയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ പണി ക്രിസ്മസിന് വേണ്ടി തൂക്കാനുള്ളത് നൂല് കെട്ടുകയാണ്. മെയിൻ സഹായി അപ്പവും അമ്മയും ഇവിടെ ഇരിക്കുന്നുണ്ട്, കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ തൂക്കിയതാണ് ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ. നൂലിട്ട് കെട്ടണം, എന്നിട്ട് സെക്കൻഡാണ് നമ്മളതിന് തൂക്കുക. ഇനി നമുക്ക് ഈ ഒരു പെട്ടി സാധനം നൂലിടാണ്ട് കേട്ടാ. ഇതൊക്കെ നമ്മൾ ഓരോ വർഷമായിട്ട് എടുത്ത് വെച്ചിട്ട് ഉള്ളതാണ്. ഇനി ഇത് ക്രിസ്മസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നൂല് കെട്ടിയിട്ട് മാറ്റി വയ്ക്കും. ഇത് ഫുള്ള് കെട്ടിയിട്ട് കാണിച്ചു തരേ. ഒരു പണി ചെയ്യാത്ത രണ്ടാമത്തെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. പിന്നിൽ താരകൾ പുൽഞ്ഞിരി തൂകി മണ്ണിൽ അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി എന്നും ആഘോഷം ഉണരുകയായി. ശ്രീനേട്ടന് നമുക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് കൊടുക്കാം ക്രിസ്മസ് ആയിട്ട്. എന്താ ശ്രീനേട്ടാ ക്രിസ്മസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സ്?
ബ്രേക്ക് കഴിഞ്ഞപ്പോഴേക്കും കരോളെത്തി. അപ്പോൾ ഈ കരോളിൻ്റെ ഈ കൊട്ടണത് കണ്ടിട്ട് നമ്മുടെ അപ്പയ്ക്ക് ഒരാഗ്രഹം ഇത് നമുക്ക് കൊട്ടാം എന്നുള്ളത്. അങ്ങനെ അപ്പോൾ അത് വാങ്ങിച്ച് കൊട്ടുകയാണ് കേട്ടോ. രസമായിരുന്നു. ഉണ്ണേശിന് നമ്മൾ 24-ാം തീയതി രാത്രി 12 മണിക്ക്, അതായത് 25-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഉണ്ണേശിന് വെക്കുക കേട്ടോ. സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേം